ആ എൻ്റെ പെങ്ങളെ കല്യാണം. അതെയാ? അപ്പോൾ നിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം, ആവശ്യമുണ്ട്. എന്താ? എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പം നമ്മളെ കല്യാണം നടത്തുമ്പോൾ നമ്മൾ ഭയങ്കര ദൂരത്താണെന്ന് നാട്ടുകാർ പറയും. അത് സത്യമല്ലേ? അത് അങ്ങനെയൊന്നുമില്ലടാ. നമ്മൾ ആവശ്യമുള്ള മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ എക്സ്പെൻസ് കൂടുന്നത് അത്രയേ ഉള്ളൂ. അല്ലാതെ നാട്ടുകാർ പറയുന്നത് ദൂരത്തൊന്നല്ല നീ പറയും. അതുകൊണ്ട് ബാപ്പി പ്രാവശ്യം പറഞ്ഞ് നമുക്ക് അങ്ങനെയെങ്കിലും ചിലവ് ചുരുക്കിയിട്ട് നടത്താന്നുള്ളത്. എല്ലാം പരിപാടിയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നീ ഒന്ന് നോക്കി തന്നാൽ മാത്രം മതി. മാനേജ്മെൻറ്റ് ആ സാധനം ഡീറ്റെയിൽസ് പറയാം. വീട്ട് പെയിൻറ്റ് എല്ലാം കൂടി ഒരു 3.5 ലക്ഷം വരും. മേക്കപ്പ് ഒരു 1.5 ലക്ഷം. പിന്നെ ഹാൾ ഡെക്കറേഷൻ ഒരു 15 ലക്ഷം. പിന്നെ 15 ലക്ഷത്തിനപ്പുറം എക്സ്ട്രാ ഫ്ലവേഴ്സും കൂടെ ഉണ്ട്. കോസ്റ്റ്ലി കുറച്ചൊരു ജമന്തി പോലത്തെ ഒരു സാധനം. അതിനൊരു എക്സ്ട്രാ പൈസ ഒരു 2 ലക്ഷം റുപ്യ ചിലവായി. പിന്നെ മറ്റേ ബെഡ്റൂമും കാര്യങ്ങളും ആക്കാൻ വേണ്ടി ഒരു 12 ലക്ഷം റുപ്യ ചിലവായിട്ടുണ്ട്. പിന്നെ മറ്റേ സാധനം ഉണ്ട്. ഏതിടാ എടാ? മറ്റേതിടാ, ഈ കല്യാണത്തിൻ്റെ ഒരു 2 ആഴ്ചയിന് മുമ്പ് ഈ നമ്മൾ കല്യാണമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സംഭവമില്ലേ? സേവ് ദ ഡേറ്റ്. ആ സാധനം ഉണ്ട്. പിന്നെ കല്യാണത്തിനൊരു 1200 ആൾക്കാരുണ്ടാവും. 10 തരം ഫുഡും. ഗോൾഡില്ല. ഗോൾഡ് ഓൾറെഡി ഉമ്മൻ്റെ പയതുണ്ട്. പിന്നെ ഉപ്പ ഖത്തറിന്ന് വരുമ്പോൾ കുറച്ച് ഗോൾഡായിട്ടാണ് വന്നിരുന്നത്. അപ്പം അതെല്ലാം കൂടി ഉണ്ട്, ഗോൾഡ് ഉണ്ട്. പിന്നെ എല്ലാം കൂടി നല്ലൊരു റേറ്റ് വരുന്നുണ്ടല്ലോ. കാണുമ്പോൾ ആൾക്കാർ പറയണം നമ്മളെ പോലെയാണ് കല്യാണം നടത്തേണ്ടത്, അത്രയും മാതൃകാപരമായിട്ടുള്ള കല്യാണമാണ് നമ്മളെ കല്യാണം എന്ന് ആൾക്കാരങ്ങനെ വിചാരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സ്വർണ്ണവും മെഹന്തിയും കട്ട് ചെയ്യാം. കാരണം സ്വർണ്ണം ഓൾറെഡി വീട്ടിലുണ്ടല്ലോ, അത് കല്യാണത്തിനിടണ്ട. ഈ ആ വീഡിയോ എടുക്കുന്ന ആളോട് കൃത്യമായിട്ട് നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്തിട്ട് റീൽസിൽ ഇടാൻ പറഞ്ഞാൽ മതി. അത് നല്ല ഐഡിയ അല്ലേ? മാർക്കറ്റിംഗ് ബ്രോ. അതെനിക്കിഷ്ടമായി. അപ്പോൾ അങ്ങനെ ചെയ്യാല്ലേ? എന്നാ പിന്നെ